ഒന്നിച്ച് ഒരു സമരം ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തുറക്കുന്നതിലൂടെ ഈ ഒരു ഗെയിമിൽ CPIM അല്ലെങ്കിൽ ഇടതുപക്ഷം വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ ഓൺലൈൻ യോഗം പൂർത്തിയായതോടെ. അതായത് VD സതീശനെയും PK കുഞ്ഞാലിക്കുട്ടിയെയും യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ ഇതാണ് വിഷയം, ഇതിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കണമെന്ന് അവരെ ഇരുത്തി അവരോട് പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് കൃത്യമായി മുന്നണിയിലെ മറ്റ് കക്ഷികളുമായി ആലോചിച്ച ശേഷമേ തുടർ നീക്കമുള്ളൂ എന്ന് പറയുന്ന VD സതീശൻ അറിയാമല്ലോ ഇന്ന് ഈ യോഗം വിളിച്ചതും പറയാൻ പോകുന്നതും എന്താണ്, അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്താണ്. അപ്പോൾ ഈ യോഗത്തിലേക്ക് കൃത്യമായി അവർ വന്നിരുന്നു കഴിഞ്ഞു, ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണോ സംസ്ഥാനമാണോ? ഇവിടെ കേരളത്തിൽ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ UDF എന്താണ് പറയാൻ പോകുന്നത്? സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്രവും കുറ്റവാളിയാണ്, സംസ്ഥാനവും കുറ്റവാളിയാണ്. ഇവിടെ പിണറായി വിജയൻ ആവശ്യപ്പെടുന്നത് എന്താണ്? സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണക്കാരായ കേന്ദ്രത്തിനെതിരെ നമുക്ക് ഒന്നിച്ച് സമരം ചെയ്യാം. ആ നിലപാടെടുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ഇന്ന് പിണറായി വിജയൻ വിരിച്ച വലയിൽ ചെന്ന് ചാടിക്കൊടുത്തിരിക്കുകയാണ് VD സതീശൻ. കൃത്യമായി PK കുഞ്ഞാലിക്കുട്ടിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അദ്ദേഹം കൃത്യമായ റാപ്പോ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗുമായുള്ള ബന്ധത്തെക്കുറിച്ച്, പഴയ ബന്ധത്തിന്റെ ആ ഒരു ഊഷ്മളതയെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ച കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മുടെ ഓർമ്മയിലേക്ക് വരണം. BJPയെ തോൽപ്പിക്കണ്ടേ, നമുക്ക് നിൽക്കണ്ടേ എന്ന് ചോദിക്കാനുള്ള ഒരു യോഗത്തിലേക്ക് ചെന്ന് ചാടിക്കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നീടിരുന്നൊന്ന് ആലോചിക്കാം എന്ന് പറയുന്നതിലെ മണ്ടത്തരം VD സതീശൻ തിരിച്ചറിയണമായിരുന്നു. EP ജയരാജന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ പ്രതികരണം വന്നു. വികസന പ്രവർത്തനങ്ങൾ തകർക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നു. LDF കൺവീനർ ഒരു ഭാഗത്ത് പറയുന്നു വികസനം മുടക്കിയാണ് VD സതീശന്. അങ്ങനെയുള്ള ഒരു വികസനം മുടക്കിയെ സംസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് ഒരു ക്രിയാത്മക പ്രതിപക്ഷം എന്ന നിലയിൽ ഒന്നിച്ചു നിൽക്കണമെന്ന് ആവശ്യപ്പെട്ട് യോഗത്തിന് വിളിച്ചിരുത്തിയത് എന്തിനാണ്? ഇതിൽ കൃത്യമായ പൊള്ളത്തരമുണ്ട്. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് അത് കേരളത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഓൺലൈൻ യോഗമാണ് ഇന്ന് നടന്നത് എന്നതിൽ ഒരു സംശയവുമില്ല. കേന്ദ്രത്തിനെതിരെ ഒരു സമരം ചെയ്യുന്നതിനായി ഒന്നിച്ച് പോകാം എന്ന ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഇവർ എത്തണം. അങ്ങനെ എത്തിയില്ലെങ്കിൽ ഇവർ കാണിക്കുന്ന നിലപാടിലെ പൊള്ളത്തരം അത് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന സാഹചര്യമുണ്ടാകും. പ്രതിപക്ഷം എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്വരമാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളതാണ് പ്രതിപക്ഷം ചോദിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ പ്രതിപക്ഷം സർക്കാരിനൊപ്പം നിന്ന് കേന്ദ്രമാണ് കുറ്റവാളിയെങ്കിൽ ചോദിക്കണം, ഒന്നിച്ച് സമരം ചെയ്യണം. കുറ്റമുണ്ടെന്നാണ് പ്രതിപക്ഷം അതാ പറഞ്ഞത്. കൃത്യമായ ഒരു നിലപാടെടുക്കാൻ ജനങ്ങളുടെ ഒരു സ്വരമാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇന്നത്തെ യോഗത്തിന് പോയത്. അപ്പോൾ അങ്ങനെ ആ യോഗത്തിന് പോവുകയും മറുഭാഗത്ത് കൂടി ധവളപത്രം കൊണ്ടുവരൂ എന്ന് വിലപിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷത്തിന് കൃത്യമായ ഒരു നിലപാടില്ല എന്നുള്ളത് ഇന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. കേന്ദ്രാവഗണനയുണ്ടെങ്കിൽ ഒന്നിച്ച് പൊരുതണം. അല്ലാതെ TN പ്രതാപൻ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെ പരിഹസിക്കുന്ന ഇടതുപക്ഷവും ഇവിടെ പിണറായി വിജയൻ യോഗം വിളിച്ചാൽ ഉടൻ ഓടിപ്പോകുന്ന VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും കൊടുക്കുന്ന സന്ദേശം എന്താണ്? യഥാർത്ഥത്തിൽ ഇവർ ഒന്നു തന്നെയാണ്, പക്ഷേ രണ്ടായി അഭിനയിച്ച് ജനങ്ങളെ പറ്റിക്കുകയാണ്. അത് ഇന്നത്തെ യോഗത്തിലൂടെ സമരത്തിലേക്ക് പോകാതിരുന്നാൽ ജനത്തിന് ബോധ്യപ്പെടുകയും ചെയ്യും. Meet the editors.